മൂല്യവർദ്ധിത മത്സ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കണ ഒരു ഹ്രസ്വകാല പരിശീലന ക്യാമ്പിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോയിട്ടാ. തികച്ചും സൗജന്യമായി അവിടെ ഉൽപ്പന്നങ്ങൾ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കും. അവിടുത്തെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചു തരാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴില് ആത്മ ചാലക്കുടി ബ്ലോക്ക് വഴി എന്നിട്ട് നമ്മള് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയത്. ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. കാരണം ഗവൺമെന്റ് സ്ഥാപനമാണത്. നമുക്ക് കമേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് റവന്യൂ ചെയ്യണം, നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, ജനങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുക, ടെക്നോളജി പകർന്നു കൊടുക്കുക. നിങ്ങൾ അത് എടുത്തിട്ട് സ്റ്റാർട്ടപ്പിലോ അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റ്സോ അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ എടുത്തിട്ട് അനുയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു യൂണിറ്റ് തുടങ്ങുക, അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചും ഫണ്ടിങ് അനുസരിച്ചിട്ടും നിങ്ങളുടെ മാർക്കറ്റിംഗ് നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റിയ കാര്യം. വിവിധതരം മത്സ്യോൽപ്പന്നങ്ങൾ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കാണാൻ പോണത് ട്യൂണ ഫിഷിന്റെ യൂണിറ്റ് ആണ്. ഓരോ യൂണിറ്റിലും കോടികൾ വിലയുള്ള മിഷനറീസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു കേട്ടാ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ഇനി നമ്മളെ കൊണ്ട് ഉണ്ടാക്കിച്ച ഉൽപ്പന്നങ്ങളാണ് കേട്ടാ. ഇത് ഒക്കെ സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. ഫിഷ് അച്ചാറ്, പിന്നെ ഫിഷ് കറി, ഇതൊക്കെ കേടുവരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മളുടെ പരിശീലന ക്യാമ്പിൽ ക്ലാസ് എടുത്തിരുന്നത്. 3 ദിവസത്തെ ക്ലാസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. പരിശീലന ക്യാമ്പിലെ നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഓരോ സാമ്പിള് നമുക്ക് കഴിക്കാനായിട്ട് അവര് തന്നിരുന്നു കേട്ടോ. എൻ്റെ ഈ 55ാമത്തെ വയസ്സിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നു, അതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നടക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ആൻഡ് ട്രെയിനിങ് സെന്ററിലാണ് കേട്ടാ നമ്മൾ ഈ കോഴ്സിന് പോയത്. നമുക്ക് ഇതേപോലെയുള്ള ഫുഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല കേട്ടാ, അവിടെ നിന്ന് പോരുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയ യൂണിറ്റുകളായിട്ട് ഇതേപോലെ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും കേട്ടാ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിനുള്ള മെച്ചങ്ങളുണ്ട്. ഇവിടുന്ന് ധാരാളം കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് കേട്ടാ. 6 മാസത്തെ കോഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു 3 ദിവസത്തെ ക്ലാസ്സിന് ചെന്നതുകൊണ്ടേ അവിടുത്തെ സാറുമാർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടല്ലേ ശീലം. നമ്മളെപ്പോലെ ഏജായ 60-70 വയസ്സായവരൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പം അവരോടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ അവർ അരമണിക്കൂറിൻ്റെ ക്ലാസ്സിന് വന്നവർ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ സൗഹൃദത്തോടുകൂടി പോയത്. ഇവിടുത്തെ ചീഫാണ് കേട്ടോ നമുക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്തത്. 3 ദിവസത്തെ ക്ലാസ്സിന് ശേഷം അവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങി.